നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ വിലപിടിച്ച അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാലുവരെയുള്ള മേടക്കൂറുകാർക്ക് ഈ വേഴമാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ മേടക്കൂറുകാർ തീർച്ചയായിട്ടും രക്ഷപ്പെടുന്ന കാലമാണ്. കാരണം വേഴൻ 2026 6 മാസം 2 തീയതി മുതൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥാനത്ത് വരികയാണ്. 2026 10 മാസം മുതൽ കർക്കിടകത്തിന് ചിങ്ങത്തിൽ വരും. 2027 ജനുവരിയിൽ വീണ്ടും കർക്കിടകത്തിൽ തന്നെ വരും. 2027 6 മാസം 26 തീയതിയാണ് പിന്നെ വേഴത്തിൻ്റെ മാറ്റം. അപ്പോൾ വേഴൻ നമുക്ക് 4ലും 5ലും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം നമുക്ക് വളരെയധികം ഐശ്വര്യപ്രവൃത്തികളുണ്ടാകും. 4 എന്ന് പറയുന്നത് ക്ഷേത്രം, സുഖം, വാഹനം, ആസനം, വീട്, വസ്തു, കെട്ടിടം, വാഹനം, ഇതൊക്കെയാണ് ജ്യോതിഷത്തിൽ 4. അപ്പോൾ 4 വേഴ സഞ്ചരിക്കുന്ന കാലം വീട് വയ്ക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചു വരും. വീട് വയ്ക്കണം, വസ്തു വാങ്ങിക്കണം, വണ്ടി വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിക്കിട്ടും. അതേപോലെ ഉള്ള വീട് നവീകരിക്കാനും യോഗമുണ്ട്. വീടുണ്ടെങ്കിലും പുതിയ വീട് വാങ്ങിക്കാനും വയ്ക്കാനും ഒക്കെ യോഗമുണ്ട്. അങ്ങനെ വീടും വസ്തുവും ഒക്കെ വാങ്ങിക്കാനും പൂർവിക സ്വത്തുവകകളൊക്കെ കിട്ടാനും അമ്മാവന്മാർ, മരുമക്കൾ, ബന്ധുജനങ്ങളുടെയൊക്കെ പ്രീതി കിട്ടാനും, അതേപോലെ കുടുംബത്തിൽ എല്ലാ തരത്തിലും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനും പുരോഗതി കിട്ടാനും യോഗമുണ്ടെന്നാണ് 4 വേഴഗ്രഹം സഞ്ചരിക്കുമ്പോൾ. ചിലവർ പറയും വേഴം മാറി, ശനി മാറി എന്നൊക്കെ പറയണമെങ്കിലും എനിക്കൊരു ഗുണവും കിട്ടണില്ലെന്ന് പറയണവരുണ്ട്. ചിലവർക്ക് ഒന്നും കിട്ടാത്തവരും ഉണ്ട്. കാരണം വേഴമാറ്റം കൊണ്ട് ഗുണങ്ങൾ കിട്ടാൻ യോഗമുണ്ടെങ്കിലും അവർ യാതൊരുവിധ പ്രയത്നമോ കാര്യമോ ചെയ്യാതിരുന്ന ഒരു ഗുണവും കിട്ടൂല. ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാൻ സാഹചര്യമുള്ള ഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ അലസന്മാരായിട്ടിരിക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന പ്രായമനുസരിച്ചും കഴിവനുസരിച്ചും പ്രവർത്തിച്ചാൽ നമുക്കെല്ലാ നേട്ടങ്ങളും കിട്ടും. പ്രായമനുസരിച്ചെന്ന് പറയുമ്പോൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ, പഠിക്കുന്ന പ്രായമാണെങ്കിൽ അവരേത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും അതിലൊക്കെ വിജയിച്ച് നല്ല രീതിയിൽ നേടി പുരോഗതി പ്രാപിക്കും. ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിന്, ടെസ്റ്റിന്, കാര്യത്തിന് നമുക്കൊരു മേൽഗതി കിട്ടും. അതേപോലെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് ആ കമ്പനി ശരിയല്ല, ജോലി ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ അതിൽ ഉറച്ചു നിന്നാൽ മതി. അത് നിന്നുകൊണ്ട് നമുക്ക് അഭിവൃദ്ധിയും പുരോഗതിയും പ്രൊമോഷനും സാലറിയും പ്രോഫിറ്റും കമ്മീഷനൊക്കെ കിട്ടും. കാരണം ഈ വേടനെന്ന് പറയുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുദ്ധിയും പുത്രരും സ്നേഹദേഹമർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രം മന്ത്രത്വം നയവും വസയും ഗുരു എന്നാണ്. അപ്പോൾ ബുദ്ധി കിട്ടും, പുത്രരെ കിട്ടും, സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനം കിട്ടും, സ്നേഹം കിട്ടും. എല്ലാവരും വിരോധിച്ചിരുന്നവരൊക്കെ പതുക്കെ സ്നേഹിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ വിരോധം കാണിക്കാതിരിക്കണം. ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ, ദേഹം എന്ന് വെച്ചാൽ നമ്മുടെ ഉടമ്പ്, ശരീരം എന്നൊക്കെ പറയും. ശരീരം കിട്ടുമെന്ന് പറയാമെന്ന് അറിയാമല്ലോ. അല്ല കാല് മുറിക്കണം, കൈ മുറിക്കണം എന്നൊക്കെ ചിലപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞാലും നമ്മളെ ഈശ്വരൻ്റെ സഹായം ഭാഗ്യമൊക്കെ കൊണ്ട് ചിലപ്പോൾ അത് മുറിക്കാതെ തന്നെ ഭേദമായി രോഗങ്ങൾ മാറി നല്ലത് വരും. അത് ശരീരത്തിന് നല്ല ഓജസ്സും തേജസ്സും ശക്തിയും, വയസ്സായ ഒരാളായിരുന്നാൽ പോലും ചെറുപ്പക്കാരെ പോലെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വർദ്ധിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്.
അതേപോലെ ബൃഹത്തനു പിങ്കള മൂർത്തജ്യേഷ്ഠനു ബൃഹസ്പതി ശ്രേഷ്ഠമതി കപാത്മഹ എന്നാണ്. ബൃഹത്തനു ശരീരത്തിന് നല്ല ആരോഗ്യമൊക്കെ കിട്ടും, ശരീരമൊക്കെ നന്നാവും. പഴയ ആളല്ല, ഇപ്പം പുതിയ ആളായി അതുപോലെ തോന്നണമെന്ന് തോന്നുന്നു. ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യം കിട്ടും. ബൃഹസ്പതി എന്ന് വെച്ചാൽ പരിഷ്കൃതമായ ശാസ്ത്രാഭ്യാസം കൊണ്ട് ഉന്നതിയും ധർമ്മകാര്യാദികളിൽ ആസക്തിയും ബുദ്ധിയും ഉള്ള ആളായിരിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കഴിവ് കുറവെന്നും കൊണ്ട് പലതും വേണ്ടാന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ഒരു പ്രവൃത്തി ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അതിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിവ് കിട്ടുന്ന സമയമാണ്. ശ്രേഷ്ഠമതി എന്ന് വെച്ചാൽ ഭൂത വർത്തമാന ഭവിഷ്യത് കാലങ്ങളെ അതിനിപുണതയോടെ ഊഹാഭോഗങ്ങളെ കൊണ്ട് തീർച്ചപ്പെടുത്തി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. 4 വേഴം നിൽക്കുമ്പോൾ ക്ഷേത്രം ഗോ ശയനാസനാന് സുഖം നിത്യേഷാം ഹി ലാഭോ ഭവേ. ക്ഷേത്രം അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും ഗോക്കള് പശുവിനെ വളർത്താനും പഴയ ഡയറി ഫാമും പൗൾട്രി ഫാമും ഒക്കെ നമുക്ക് വളർത്താനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. ശയിക്കാനുള്ള സാധനം കട്ടിൽ മേശ ഗൃഹോപകരണങ്ങളൊക്കെ ഉണ്ടാകാനും മിക്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പഴയതായി പോയി പുതിയത് വാങ്ങിക്കണമെന്ന് തോന്നാനും ഒരു എക്സ്ചേഞ്ച് മേള കാറുണ്ടെങ്കിൽ തന്നെ അതിനെ കൊണ്ട് കൊടുത്ത് പുതിയൊരു കാറ് വാങ്ങിക്കാനും പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് 5ലേക്കാണ് വേഴം വരുന്നത്. മേഴക്കൂറുകാർക്ക് 5ൽ വേഴം വരുന്നതും വളരെ നല്ലതാണ്. കാരണം പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയേശ മനസന്തുഷ്ടിച്ച പുണ്യോദയനാണ്. പുത്രസ്യ ലാഭം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്ന ഒരു സമയം. അതുകൊണ്ട് ഇപ്പം പഠിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ, മക്കളായ പ്രയാസമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് പിള്ളേർ വേണ്ടാന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ വയസ്സായാലും മക്കളുണ്ടാകാൻ ചിലപ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് മക്കളും കുടുംബവും ദാമ്പത്യമൊക്കെ വളരെ ഗുണകരമായ രീതിയിൽ നല്ല ഗുണത്തോടു കൂടി കിട്ടുന്ന സമയമാണ്. നല്ല ഗുണമെന്ന് പറയുമ്പോൾ എന്താണ്, മക്കളൊക്കെ ഉണ്ടാകാൻ സമയമുള്ള സമയത്ത് മക്കളുണ്ടാകാൻ പിള്ളേർക്ക് ആരോഗ്യവും ബുദ്ധിയും ശക്തിയും കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് നല്ലതായിട്ട് വരും. സമയം കാലദോഷങ്ങളുള്ളപ്പോഴോ നടക്കാൻ പാങ്ങില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് നേടാൻ പറ്റാതെ എപ്പോഴെങ്കിലും കിട്ടുന്ന കാര്യങ്ങൾക്ക് ഒരു സുഖകരമായ സ്ഥിതി വരില്ല. ഏത് കാര്യമായിരുന്നാലും ശരി, ജോലി കിട്ടിയാലും കളയരുത്. നമുക്കിത് ഇരുന്നുകൊണ്ട് വേണം നമുക്ക് വലിയ ഉയർന്ന ജോലിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ചെറിയ ജോലി കിട്ടിയാലും അത് കളയരുത് എന്നാണ് ഫലം. അങ്ങനെ നമുക്ക് പുത്രസ്യ ലാഭോ അഥവാ ആരോഗ്യം ഉള്ള മക്കൾക്കും ആരോഗ്യം കിട്ടാനും ജോലി കിട്ടാനും വിവാഹം കിട്ടാനും പൈസ കിട്ടാനും അവരുടെ അഭിവൃദ്ധി പുരോഗതി പേര് പ്രസിദ്ധി ഇതൊക്കെ കൊണ്ട് നമുക്ക് അഭിമാനം അന്തസ്സ് ഇതൊക്കെ ഉണ്ടാകാനും മനസ്സന്തുഷ്ടിച്ച പുണ്യോദയം മനസ്സിന് നല്ല സന്തോഷവും പുണ്യവും ഒക്കെ കിട്ടുന്ന അവസ്ഥ ഉള്ള സമയമാണ് വേഴഗ്രഹം ഈ 5 സഞ്ചരിക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് വേഴമാറ്റം നമുക്ക് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദോഷങ്ങളും മാറി നല്ലത് വരും. കാരണം വേഴം ചാരവശാൽ 4 നിൽക്കുമ്പോൾ നമുക്ക് ഈ ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാഹ സ്തത്ര ആതുരോവാചിയാണ്. എത്ര മഹാരോഗിയായിട്ടും മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ പോലും സുഖിയായിട്ടും ആരോഗ്യമുള്ള ഒരാളായിട്ടും വരും. പിന്നെ വേഴ ഉച്ചത്തിൽ വരിക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ശുംഖസ്ഥിതേ തനുപദോ സദനസ്സ വീരാൻ ജയതാന്തിഷാൻ കലുഭവേൽ പ്രഥമാന തേജോ എന്നാണ്. സദനം നിറയെ പൈസയൊക്കെ കിട്ടും, സ്വവീര ഉത്സാഹം വീരത്വമൊക്കെ കിട്ടും. ജേതാവെന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയി വിജയിച്ച് നേടും. അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. വിദേശയാത്ര പ്രവൃത്തി ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. വിദേശയാത്രയൊക്കെ നടത്തുന്നതിൽ കുഴപ്പമില്ല. ഈ സമയത്ത് വിദേശത്ത് പോകാനും ജോലി കിട്ടാനും ചാൻസ് ഉണ്ടെങ്കിലും ഇവിടെ കാലദേശ കുലാചാരങ്ങളെ പാലിക്കണം. കാലവും ദേശവും കുലവും ആചാരങ്ങളും. അപ്പോൾ ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ വിദേശത്ത് പോയാൽ അവിടെ അടി അക്രമമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയും പൈസയൊന്നും കിട്ടാത്ത പ്രതിസന്ധികളുണ്ട്. അപ്പം നമുക്ക് ആ കാലം ആ ദേശം അതിൻ്റെയൊക്കെ സ്ഥിതിഗതികൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മളൊരു പുതിയ നാട്ടിലും പുതിയ ഒരു ജോലിയിലും പുതിയ ഒരു രാജ്യത്തിലുമൊക്കെ നമുക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് കാലാനുകൂലമായിരുന്നാലും ദേശവും
കുലവും ആചാരങ്ങളൊക്കെ വ്യത്യസ്തമുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെന്ന് പെടുന്നത് പടുകുഴിയിലായിരിക്കും. പിന്നെ 7-2 ശനി എന്ന് പറഞ്ഞൊരു കുഴപ്പം ഈ മേടക്കൂറുകാർക്കുണ്ട്. അപ്പോൾ ഈ കൂറ് ലഗ്നമാണോ ചന്ദ്രനാണോ കൂറിൻ്റെ പ്രാധാന്യത്വം എന്ന് പലവരും ചോദിക്കുന്നുണ്ട്. ജാതകത്തിൽ നമ്മൾ ജനിച്ച നക്ഷത്രം അനുസരിച്ച് ഏത് രാശിയാണ് വരുന്നത് അതാണ് കൂറ്. ആ കൂറിൻ്റെ ഭാവത്തെ സംബന്ധിച്ചുള്ള ഫല നിർണ്ണയമാണ് ഈ പറയുന്ന ചാരഫലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂറു ഫലങ്ങൾ എന്ന് പറയുന്നത്. ലഗ്നഫലം അല്ല, പക്ഷെ അത് നമുക്ക് ലഗ്നഫലം ജാതകത്തിലാണുള്ളത്. പിന്നെ ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ഐശ്വര്യ പൂർത്തിയും പുരോഗതികളും കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ചെറിയ ചെറിയ മങ്ങലുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ജാതകം ഒന്ന് പരിശോധിക്കണം. അപ്പം നല്ല ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ വാട്സപ്പ് ചെയ്താൽ നോക്കാൻ പറ്റും. ഫീസും തരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ ജാതകം പരിശോധിക്കണം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ 7-2 ശനി ദോഷമുള്ളവർക്ക്, കാരണം ശനിയുടെ അച്ഛനാണ് കാലഭൈരവൻ എന്നാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലഭൈരവ സ്വാമിക്ക് പൂജകൾ, അമാവാസി പൂജ, കാലഭൈരവ പൂജ, അവിടെ നടത്തുന്ന പൂജകളിലൊക്കെ പങ്കെടുത്താൽ നല്ലതാണ്. താല്പര്യമുള്ള ഭക്തജനങ്ങൾ പൂജകളോ വഴിപാടുകളോ ഒക്കെ നടത്താൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം. ഒരു കാരണവശാൽ എന്നെ ഫോൺ കോൾ ചെയ്യരുത്. കാരണം ഞാൻ ദേവപ്രശ്നങ്ങൾ നോക്കുന്ന പല തിരക്കിലിരിക്കുന്ന സമയത്ത് വിളിച്ച ഒറ്റ കാര്യം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കാര്യം പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റൂല. ഇത് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമായിരിക്കും: കല്യാണം നടക്കും, ജോലി കിട്ടും, അഡ്മിഷൻ കിട്ടും. പക്ഷെ അത് ജാതകത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കൊരു ഫലം പറയാൻ പറ്റൂ. പറയണ ഫലം തെറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾ വിളിക്കുകയില്ല, ജ്യോതിഷം തെറ്റാണെന്നങ്ങ് തീരുമാനിക്കുകയും ചെയ്യും. അത് വരാതിരിക്കണമെങ്കിൽ അവരുടെ ജാതകമൊക്കെ മനസ്സിലാക്കി ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരം നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും കൊണ്ടും ദുരിതത്തെ മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നല്ലത്. ഇതിൽ ഈ 4-ലും 5-ലും വേഴത്തിൻ്റെ സഞ്ചാരകാലം സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും പൂർവികമായിട്ട് പല വസ്തു സംബന്ധമായ കേസുകളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ നമ്മൾ ചെറിയ ഒരു സന്ധി സംഭാഷണം കൊണ്ട് മാറി നമുക്ക് കിട്ടാതെ കിടക്കുന്ന വസ്തുക്കളും ധനങ്ങളും വലിയ അത്യാഗ്രഹം ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും കിട്ടി നമുക്ക് കുരുക്കിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന കാലഘട്ടവും കൂടിയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.